ഓൾ ഇന്ത്യ സർവേകൾ, എസ്പെഷ്യലി ഈ കടവുമായി ബന്ധപ്പെട്ട സർവേകളൊക്കെ കാണിക്കുന്നത് കേരളം എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കെണിയിലായിരിക്കുന്നത് കേരളത്തിലെ അതായത് കുടുംബങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുകയല്ല, കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറഞ്ഞതുപോലെ വരുമാനത്തിൽ വലിയ വ്യത്യാസമില്ല, അതേ സമയത്ത് വിലക്കയറ്റ കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചാൽ, ഇപ്പോൾ തന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെ 4 പ്രാവശ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ്റിന് അനിവാര്യമാണോ? ഇങ്ങനെ വർദ്ധിപ്പിച്ചേ തീരൂ എന്നുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വർദ്ധിപ്പിച്ചേ തീരൂ എന്നില്ല. അതായത് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ്റെ മാനുവലുണ്ട്. ആ മാനുവലിൻ്റെ ചാപ്റ്റർ 8 അനുച്ഛേദം 42 പറയുന്നത് എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമോ അപ്പോഴൊക്കെ ഇന്ത്യയിലും ഉയരും, എപ്പോഴൊക്കെ താഴുമോ അപ്പോഴൊക്കെ ഇന്ത്യയിലും താഴുമെന്നാണ്. പക്ഷേ എന്താണ് 2014 ശേഷം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. 2010 പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിട്ടത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. 2014 ഡീസൽ വിപണിക്ക് വിട്ടത് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. അത് മാത്രവുമല്ല, ഈ പറയപ്പെട്ട അനുച്ഛേദം 42 അനുസരിച്ച് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഇടപെടാം. എന്തുകൊണ്ട് ഇടപെടാം? അതായത് പെട്രോളിയം കമ്പനികൾ ഓൾമോസ്റ്റ് റിലയൻസിൻ്റെ കമ്പനി ഒഴിച്ചാൽ ബാക്കി എല്ലാ പെട്രോളിയം കമ്പനികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കംപ്ലീറ്റ് ഓണർഷിപ്പിലായിരുന്നു. ആ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഷെയർ വിൽപ്പന തുടങ്ങിയതോടുകൂടി കുറച്ച് കുറഞ്ഞു. എങ്കിലും ഇപ്പോഴും 51% സ്റ്റേക്ക് അഥവാ ഷെയറുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. അത് 51 മുതൽ 67% വരെ ഷെയറുകൾ ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എപ്പോൾ വില വർദ്ധിപ്പിക്കണം, എപ്പോൾ വില വർദ്ധിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ സ്വാധീനിക്കാൻ കഴിയും. നോ എന്ന് പറഞ്ഞാൽ നോ, അത്ര തന്നെ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിചാരിച്ചാൽ വില കയറ്റം തടയാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് തടയുന്നില്ല? ഈ അടുത്ത നാളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ആനുവൽ വരുമാനം പെട്രോളിയം കമ്പനികളുടെ റിട്ടേൺസ് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള പെട്രോളിയം കമ്പനികളെല്ലാം തന്നെ വലിയ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയ യുദ്ധത്തിന് ശേഷം അവരുടെ ലാഭവിഹിതത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടാകും. പക്ഷേ ആനുവൽ ലാഭം അപ്പോഴും അവിടെ നിൽക്കുകയാണ് വലിയ തോതിൽ തന്നെ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്താണ് ഈ ലാഭം വിഹിതം കുറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കാണ് ഡിവിഡൻറ്റിൻ്റെ നല്ല ഭാഗം ഷെയർ ഹോൾഡേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയത് കാരണം കൊണ്ട് ആ ഷെയർ ഹോൾഡറിന് കിട്ടേണ്ട ആ ലാഭവിഹിതം അത് കുറയുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ ഇപ്പോൾ ഉലയ്ക്കുന്ന പ്രശ്നം. ആ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത് തങ്ങൾക്ക് കിട്ടുന്ന ലാഭവിഹിതം കുറയുന്നതാണോ അപകടകരം? ഈ നാട്ടിലെ 146 കോടി 39 ലക്ഷം ജനങ്ങളും വലിയ വില എല്ലാ സാധാരണ സാധനങ്ങൾക്ക് പോലും കൊടുക്കേണ്ടതാണോ വലിയ പ്രശ്നം എന്നതാണ് കണക്കിലെടുക്കേണ്ടത്. അങ്ങനെ കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 പ്രാവശ്യത്തെ വില വർധനവ് വേണ്ടി വരില്ലായിരുന്നു. കാരണം ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ശേഖരം തീർന്നിട്ടില്ല. പെട്രോളിയം ശേഖരം 3 മാസത്തേക്കുള്ള പെട്രോളിയം ശേഖരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി അധികം തീർച്ചയായിട്ടും താമസിയാതെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും US പ്രസിഡൻറ്റും തമ്മിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത. ആ ചർച്ചകളോടുകൂടി നമുക്ക് അനുകൂലമായ പല നടപടികളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഈ വില വർധനവ് ആവശ്യമായിരുന്നില്ല, ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.